നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ട്രെൻഡി, അതായത് നൂല് ഉപയോഗിച്ചുള്ള കുറച്ച് ഓർണമെന്റ്സുകളാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ലോക്കറ്റ്, ബീഡ്സ്, അതിന്റെ നൂലുകൾ, പിന്നെ അതിന്റെ ബോൾ, സ്റ്റീൽ ബോൾ. ഇത്രയാണ് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഇങ്ങനെ ഒരു നൂല് വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. അതിന്റെ ഒരു സൈഡില് ഇതുപോലെ കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ ഇത് മെയിനായിട്ട് ഇങ്ങനെ ഒരു ചരട് കിട്ടും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് വലിയൊരു ടൈപ്പാണ്. അപ്പൊ ഇതിന്റെ ഒരു ഓൾറെഡി ഇത് ഇങ്ങനെ തന്നെ വരുന്നതാണ്. അപ്പൊ രണ്ടറ്റത്ത് ഇതുപോലത്തെ ക്ലിപ്പുകൾ കാണും. അപ്പൊ അതിലൊരു ക്ലിപ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ബീഡ്സുകളൊക്കെ ഇട്ട് മാല ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു മുത്തിടുക. ഇതൊരു സിമ്പിൾ ചെയിനാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലൊരു ബോൾ ഇടുക, സ്റ്റീൽ. ചെയ്ത് വെച്ചിരുന്ന ഈ ലോക്കറ്റുകളും ഇതിന്റെ ഇടയ്ക്ക് ഇടുക. സ്റ്റീൽ ബോൾ. ഇതുപോലത്തെ പല കളറിലുള്ള ബീഡ്സുകൾ വാങ്ങിക്കാൻ കിട്ടും. അതിനുശേഷം നമ്മൾ ഈ ചെയിന്, ഇതൊരു ഫിഷ് ഹൂക്ക് ടൈപ്പിലുള്ള ഒരു ചെയിനാണ്, ഇത് ലോക്കാണ്. ഇതിലേക്ക് ഘടിപ്പിക്കുക. ഇനി ഇതിപ്പം ഇങ്ങനെ വെച്ചൊന്നും വരില്ല, അതായത് ഊരിപ്പോരും. അതുകൊണ്ട് നമ്മൾ ഇതിനെ ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു റിങ് ഇതാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് ശരിക്കും ലോക്കായി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഇതുപോലെ ഒരു ഐറ്റം ഇതിൽ കാണും. ലോക്ക് നീക്കുന്ന ഒരു ടൈപ്പാണിത്. ഇതിനെ നമ്മളൊന്ന് ഇങ്ങനൊന്ന് നീക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ മാല പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് ഈസി ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ കുറച്ച് ടഫായിട്ടുള്ളതും ഉണ്ടാവും, ഈസി ആയിട്ടുള്ളതും ഉണ്ടാവും. അതേപോലത്തെ നമ്മൾ കുറച്ച് മാലകൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. ഇതേ രീതിയിലുള്ള ചെയിൻ വെച്ച് തന്നെ നമ്മൾ ചെയ്തതാണ് ഈ ഒരു മാല. ഇത് ഈ കളർ മാത്രമല്ല, ഇതുപോലെ കുറേ കളേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് സ്റ്റീലും ആന്റിക് പോലെയുള്ള കുറച്ച് കളേഴ്സ് എല്ലാം ചേർന്ന ഐറ്റംസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന് ചേരുന്ന ഒരു ലോക്കറ്റും കൂടിയാണ് ഞാൻ ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതിന്റെ ഗോൾഡും കിട്ടും. എല്ലാ മോഡലും ഒരു 3 കളേഴ്സിൽ ഇതിൽ വരുന്നുണ്ട്. നമുക്കിപ്പം ഇത് ശരിക്കൊരു മാല നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അടുത്തൊരു മാല, വേറെ ഒരു വെറൈറ്റി മാല. അതുപോലെ തന്നെ ഇതിന്റെ കമ്മൽ ഈ രീതിയിലാണ് വരുന്നത്. ഇപ്പൊ ഈ താഴെ കിടക്കുന്ന ഇതുപോലത്തെ രീതിയിലാണ് ഇതിന്റെ കമ്മലും വരുന്നത്. കമ്മലിന്റെ മണ്ടയിലൊരു ക്യാപ്പൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനത്തെ സ്റ്റീലിന്റെ ക്യാപ്പുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുപോലത്തെ ഗോൾഡനും പല ഷെയ്ഡ് കിട്ടും. പക്ഷെ സ്റ്റീലായിരിക്കും ഇതിനെപ്പോഴും നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നത്. പിന്നെ അത് വേറൊരു മാലയും കൂടി ഞാനിപ്പോൾ കാണിക്കാം. ഇതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ലോക്ക് നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഒരു പുതിയൊരു ലോക്കാണിത്. ഇത് സംഭവം ഇത് കണ്ടല്ലോ, ഈ ലോക്ക് എങ്ങനെയൊക്കെയാണ്. ഇതൊരു മാഗ്നറ്റിക് ലോക്കാണ്, കണ്ടല്ലോ. ഇത് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നാൽ ഇതാ എടുക്കും. ഇതിപ്പോൾ സ്റ്റീൽ രൂപത്തിലുള്ള ലോക്കേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇതിപ്പോ ഈ ലോക്കിലാകുമ്പോഴത്തേക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് ഇതൊന്നും വരില്ല. നല്ല ടൈറ്റാണ് ഈ ലോക്ക്. അടുക്കുകയും ചെയ്തു. ഈ ബീഡ്സുകളെല്ലാം കോസ്റ്റ്ലിയാണ്. ഇതിന്റെ താഴെ കിടക്കുന്ന ബീഡ്സും ഈ ക്യാപ്പ് അടക്കം. പിന്നെ നമ്മൾ ഇത് വേറൊരു നൂലിലാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടി നൈസായിട്ടുള്ളൊരു നൂല്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശ ഇതിനകത്ത് ചേർന്ന ഒരു നൂലാണിത്. ഇത് നമ്മളൊരു കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അഴിക്കാൻ വലിയ പാടുള്ള ഒരു ടൈപ്പ് നൂലാണിത്. ഇതിന്റെ പല കളേഴ്സ് കിട്ടും. എങ്കിലും ബ്ലാക്കിനാണ് കൂടുതൽ നമുക്ക് ഭംഗി തോന്നുന്നത്. ഇപ്പോൾ ഇത് പല മോഡലിൽ ചെയ്യാം. അവനവന്റെ പിന്നെ ഇഷ്ടാനുസരണം പോലെ ചെയ്യാം. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണ്. നമുക്ക് അതനുസരിച്ച് ഓരോ ബീഡ്സ് വെച്ച് നമുക്ക് കളർ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ മാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇത് നിങ്ങളും ചെയ്ത് നോക്കുക.